ഫുക്കോക്കിലെ ലാസ്റ്റ് ഡേ ആട്ടോ. എന്ന് പറയായിരുന്നു കേട്ടോ, മയോണൈസ് ഇട്ടേക്കണ പോലെ ഉണ്ടെന്നുള്ളത്. ആനന്ദ പേടി സൗണ്ട് കേട്ടോ ഭയങ്കര രസമല്ലേ. ജിംബ്രൂ, ഏയ് ജിംബ്രൂ. ഹലോ, നമ്മളിന്ന് ഫുക്കോക്കിലെ ലാസ്റ്റ് ഡേ ആട്ടോ. അതായത് നമ്മുടെ ഹണിമൂണിന്റെ ലാസ്റ്റ് ഡേ ആണ്, കറക്കാണ് ഇന്ന്. ഹോ, അടിപൊളിയായിരിക്കും എന്ന് വിശ്വസിക്കുക കേട്ടോ. ഇന്ന് നമ്മള് വിൻ പേൾ സഫാരിക്കും അതുപോലെ തന്നെ വിൻ വണ്ടേഴ്സ് കാണാനും കേട്ടോ പോണത്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ദിവസമാണെന്ന്. കാരണം ആക്ടിവിറ്റീസ് ഉണ്ട്, കുറെ കാണാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല എക്സൈറ്റഡ് ആട്ടോ. എക്സൈറ്റഡ് ആണോ? അനന്ത് പറയായിരുന്നു കേട്ടോ, വിൻ പേൾ സഫാരിക്ക് ഇപ്പൊ നമ്മൾ വന്നപ്പോ തന്നെ ഒരു ജുറാസിക് പാർക്കിന്റെ ഫീൽ ഒക്കെ ഉണ്ടെന്നല്ലേ. അതുപോലെ തന്നെ ആയിരിക്കട്ടെ, പൊളിക്കാം നമുക്ക്. ഇന്ന് നിനിയാണ് നമ്മുടെ ഗൈഡ്. ലെറ്റ്സ് എക്സ്പ്ലോർ, ലെറ്റ്സ് എക്സ്പ്ലോർ ടുഡേ, ലെറ്റ്സ് എൻജോയ്. നിനി വൺ മോർ ടൈം ഹായ്. വിൻ പേൾ സഫാരിയിൽ വന്നിട്ട് നമ്മൾ ആദ്യം തന്നെ ആനിമൽ ഷോ കാണാൻ വേണ്ടിയിട്ടാട്ടോ പോണേ. നല്ലായിരിക്കും തോന്നണം കേട്ടോ, കാരണം തായ്ലൻഡിൽ പോയിട്ടുണ്ട് ഇതുപോലെ ആനിമൽ ഷോ ഒക്കെ കാണാനായിട്ട്. അപ്പൊ ഇവിടെ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. തലയുടെ പൊക്കത്തിൽ കൂടി പറന്നു പോണത്. റിയോയും ചെറിയും തമ്മിൽ എന്തോ ഫൈറ്റ് നടക്കാൻ വേണ്ടി പോകാട്ടോ. നമ്മള് റിയോയുടെ ടീമാണ്. എല്ലോ റിയോയും മറ്റേത് ചെറിയാട്ടോ. ഈ ഗെയിമിൽ നമ്മൾ റിയോ ജയിച്ചല്ലേ. ബഗ്ഗിയില് ട്രാവൽ ചെയ്യാന്ന് വിചാരിക്കുക കേട്ടോ, കാരണം അത് കുറെ ടൈം സേവ് ചെയ്യും. ഈവൻ ഈവനിങ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഗ്രാൻഡ് വേൾഡിലും പറ്റുമെങ്കിൽ സൺസെറ്റ് ആവണേന് മുന്നേ പോകാൻ പറ്റൂ കേട്ടോ. അപ്പൊ അതുകൊണ്ടിട്ട് ഇത് കണ്ടോ, നമ്മള് ബഗ്ഗിയിലേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്ത് ചോദിക്കണായിരുന്നു, ഇത് എവിടെ ഒട്ടിക്കാനാണ്? നമ്മള് ബഗ്ഗിക്ക് പോവാൻ വേണ്ടിയിട്ട് ഇത് ഒട്ടിക്കും കേട്ടോ കയ്യില്. ഇതുണ്ടെങ്കിലേ ബഗ്ഗി കയറ്റുള്ളൂ. ഇത് കണ്ടോ, പയ്യ ടൈറ്റ് ചെയ്യണ്ട. നമ്മളിതേ ബഗ്ഗിയില് പോവാൻ വേണ്ടി പോവാട്ടോ. ഇതിലാ പോണേ കണ്ടോ, ബാൻഡ്സ് എല്ലാം കിട്ടി. ബഗ്ഗിയില് നമ്മള് ഫുൾ സൂ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാം. കുവാനെ നോക്കി ചൂട് കൊള്ളണം കേട്ടോ. അവിടെ നോക്കി വൈറ്റ് പൈത്തം കിടക്കണ. അന്ന് പറയായിരുന്നു കേട്ടോ, മയോണൈസ് ഇട്ടേക്കണ പോലെ ഉണ്ടെന്നുള്ളത്. ഭയങ്കര തൂവെള്ള എര ഭയങ്കര ഭയങ്കര സുഖമായിട്ട് കിടന്നുറങ്ങണേ. 73 വയസ്സുള്ള ഒരു ആമയാട്ടോ ഇത്. നോക്കി പച്ചക്കറിയൊക്കെ കഴിക്കണ. നെക്സ്റ്റ് ഞാനും അനന്തവും കൂടി ആനക്ക് തീറ്റ കൊടുക്കാൻ പോവാട്ടോ. ആനന്ദ പേടി. പക്ഷേ ഇല്ലേ, നമുക്ക് ട്രൈ ചെയ്യണം. അങ്ങനെ നിക്കണേ, അല്ലാണ്ട് അടുത്ത് പോയല്ല നിക്കണേ. നമുക്ക് ട്രൈ ചെയ്യാം. എനിക്ക് പോയെടുക്കണം. എനിക്ക് എന്തായാലും ആനക്ക് തീറ്റയെ കൊടുത്തിട്ട് ഫോട്ടോ ഒക്കെ എടുത്താൽ എനിക്ക് സമാധാനം പറ്റി. നമുക്ക് എന്ത് ക്യൂട്ടി ക്യൂട്ടി പൈസ നമ്മള് ആനക്ക് ഇത് ഫീഡ് ചെയ്യാൻ വേണ്ടി പോവാട്ടോ. കുറച്ച് കരിമ്പും അതുപോലെ തന്നെ പഴവും ഉണ്ട്. ഞാൻ ഇവിടെ അമ്പലത്തിൽ ഉത്സവത്തിന് ആനയൂട്ടിനൊക്കെ കൊടുത്തിട്ടുണ്ട്. മറ്റേ വലിയ വലിയ ഉരുളയൊക്കെ. അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇതൊന്നും അല്ല കേട്ടോ. പക്ഷെ ആനയാണെങ്കിലും ദൂരത്താ നിൽക്കണം. പക്ഷെ ഒരു ഫൺ അത്രേ ഉള്ളൂ. നമുക്ക് പഴം കൂടി കൊടുക്കാട്ടോ. അനന്തുവിന്റെ പേടി മാറ്റാൻ തീരുമാനിച്ചു ലാസ്റ്റ്. കൊടുക്കുവോ, ഫുഡ് കൊടുക്കുവോ? പിന്നെ
എന്ത് സാധനം നോക്കി. അങ്ങനെ ഞാൻ എന്ത് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവാട്ടോ. അനന്ത് എക്സ്ട്രാ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. കാണാ ഇന്ന് സത്യം പറ പേടിയല്ലേ? അങ്ങനെ ഞാനും എന്തും കൂടി ആനക്ക് തീറ്റ കൊടുത്തു. ആദ്യം എന്ത് മടിച്ചിരുന്നെങ്കിലും ഞാൻ പറഞ്ഞതൊക്കെ ലൈഫ് ടൈമിൽ ഒരിക്കലും നമുക്ക് ഇവിടേക്ക് വന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് ചെയ്യാനുണ്ട്, എൻജോയ് ചെയ്യുന്ന പറഞ്ഞപ്പോ മനസ്സ് മാറി. കുറുക്കനല്ലേ ഇവിടെ. സഫാരി ആനിമൽസിനെ കാണാൻ കണ്ണൂര് ഫേവറേറ്റ് ആട്ടോ. മാറില്ല. അനന്തു വീട്ടില് കൊറേ പ്രാവിനെ വളർത്തിക്കൊണ്ടിരുന്നല്ലേ? എത്ര പ്രാവുണ്ടായി? 130 പ്രാവും അതുപോലെ തന്നെ കിളികളും ഉണ്ടായിരുന്നല്ലേ? പെട്ടെന്ന് ചത്തു. അനന്തിന് ഹോബി ആയിരുന്നു കേട്ടോ കിളികളെ വളർത്തണം. പിന്നെ ചേട്ടന് കൊച്ചുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനെ ശ്വസിക്കണമല്ലോ, അങ്ങനെ ബുദ്ധിമുട്ട് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അനന്ത് പ്രാവിനെയൊക്കെ വെച്ചതാട്ടോ. അനന്തിന് ഭയങ്കര ഇഷ്ടമാണ് കിളികൾ. അതുകൊണ്ടാണ് ഇവിടെ ഈ ഏരിയ വന്നിട്ട് കറങ്ങാന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞ്. നമ്മൾ ബേർഡിന്റെ കൂടെ ഇന്നത്തെ പിക്ചേഴ്സ് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പോവാട്ടോ. നമ്മളൊരു ഫ്രീ വേൾഡിലോട്ട് വന്നേക്കുവാട്ടോ. കാരണം പക്ഷികളൊക്കെ വെറുതെ ഇങ്ങനെ നടക്കുക ഇവിടെ കൂടി. അടിപൊളി. എന്താ റിസപ്ഷനിസ്റ്റാ? എന്താ? ഹലോ, യു ആർ വെൽക്കമിങ് us. If she has me, she's walking around to welcome people. If she gets mad or something, she very humble. ഇവരിതിനെ റിസപ്ഷനിസ്റ്റ് എന്ന് വിളിക്കണേന്ന് കാരണം ഇല്ലേ, ഇതെല്ലാരെയും വെൽക്കം ചെയ്യാൻ നിക്കണോണ്ടിട്ട്. പക്ഷെ കൊള്ളാല്ലേ, എന്ത് ഫ്രീ ആയിട്ട് ഇതൊക്കെ ഇവിടെ നടക്കണ. ഇപ്പുറത്തെ തോളത്തേക്ക് എനിക്കറിയില്ല. ഞങ്ങളങ്ങനെ വിൻ വണ്ടേഴ്സിൽ വന്നേക്കുവാട്ടോ. എന്തൊരു ഭംഗിയാന്നറിയോ കാണാനായിട്ട്. ഇവിടെ കൂടി ഇങ്ങനെ വെറുതെ നടക്കാനാണെങ്കിൽ തന്നെ അടിപൊളിയായിട്ട്. ഇതിനിടയ്ക്ക് ഞങ്ങളൊരു കോഫി ബ്രേക്ക് ഒക്കെ എടുത്തായിരുന്നേ. അടിപൊളിയല്ലായിരുന്നു. ഒരു യൂറോപ്യൻ സ്റ്റൈല്, ഭയങ്കര രസം. ഡിസ്നി ലാൻഡ് പോലെ ആയിട്ട് ഇരിക്കണേ, ഒന്നും പറയാനില്ല. അടിപൊളി. നോക്കി കറക്റ്റ് ഒരു ഡിസ്നി ലാൻഡ് പോലെ ഇല്ലേ? എന്തൊരു ഭംഗിയല്ലേ. നമ്മള് നെക്സ്റ്റ് അക്വേറിയം ഷോ കാണാൻ വേണ്ടി വന്നതാട്ടോ. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഓ, ഭയങ്കര വലിയ അക്വേറിയം കേട്ടോ.
അടിപൊളി മാജിക്കൽ വേറെ ലോകത്ത് വന്ന മാതിരിയാട്ടാ. എനിക്ക് ഞാനൊക്കെ ഫീല തോന്നിയത്. എനിക്ക് ആക്ച്വലി ഒരു ഭയങ്കര ആഗ്രഹം ഈ പറഞ്ഞ പോലെ മത്സ്യകന്യകനായിട്ടോ ജനിക്കണം. നല്ല രസമല്ലേ? ഞാൻ പണ്ട് കാർട്ടൂൺസിലൊക്കെ കാണുമ്പോൾ രസമല്ലേ ഇവരിങ്ങനെ വേറൊരു ലോകമല്ലേ? ശരിക്കും വേറൊരു ലോകം തന്നെ ആട്ടോ. നോക്കിക്ക് എന്താണ് ഈ കാണുന്നത്. ഭയങ്കര ഭംഗിയായിട്ടാണ് കാണാൻ വേണ്ടിയിട്ട്. ഇവർ ഷോ ആണെങ്കിൽ ഭയങ്കര മാജിക്കലായിരുന്നു. എല്ലാ മെർമെയ്ഡും കൂടി വന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് എനിക്ക് മനസ്സിലായില്ല. സത്യം മീൻ ഇങ്ങനെ വരും ചുറ്റും. നോക്കി ദൂരം നല്ല രസമില്ലേ? ഭയങ്കര അടിപൊളിയാട്ടോ. എനിക്ക് ഫിക്കോക്കിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇന്നലെ നിന്നു കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ഹലോ, ഇവരിങ്ങനെ നമ്മുടെ ചുറ്റും നടക്കുക കേട്ടോ. എന്ത് രസാ നോക്കി. ജുംബ്രു, ഏയ് ജുംബ്രു. നല്ല ഫോട്ടോജീനിക് ആയിട്ടുള്ള പെൻഗ്വിൻസ് കേട്ടോ. ക്യാമറ ഇട്ടപ്പോ തന്നെ വിഷറി പോലെ കയ്യും വിരിച്ചു നോക്കി പോസ് ചെയ്യാൻ നോക്കി. മൂന്നെണ്ണം കൂടി എന്തൊരു ക്യൂട്ടാ നോക്കി. ഓ നൈസ്. എന്തൊരു ഭംഗിയാലേ മീനിനെ കാണാൻ. ഇതിന്റെ പേരാട്ടോ ബട്ടർഫ്ലൈ ഫിഷ്. ബാനർ ഫിഷ് എന്നാട്ടോ. അപ്പുറത്തെ മീനിന്റെ പേരാ ബട്ടർഫ്ലൈ ഫിഷ്. നല്ല രസമല്ലേ കാണാനായിട്ട്. അത് ഈ ബ്ലൂവിന്റെ കൂടെ യെല്ലോയുടെയും ബ്ലാക്കിന്റെയും കോൺട്രാസ്റ്റ് കണ്ടാ നിക്കാൻ നേരത്തെ എന്തൊരു ഭംഗിയാ നോക്കി. ഓ എന്റെ കെട്ടിയോന് ഒരു സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ അതൊരു 10,000 വട്ടം എടുത്ത് നോക്കണം. എന്താ എന്തോ അങ്ങനെ എന്താണ് കൊള്ളനോട്ടം നോക്കണം. കൊള്ളം ആ പക്ഷെ എന്റെ പൊന്നെ എന്ത് ഭംഗിയാ നോക്കി എല്ലാത്തിനെയും കൂടി കാണാൻ. എന്തൊരു വലിയ അരാപ്പയുമേ നോക്കിയത്. ഭയങ്കര നീളോട്ടതിന്. ഇവിടെ ഒരാള് വീഡിയോക്ക് വേണ്ടി പോസ് ചെയ്യുവാട്ടോ. ഹലോ, എന്താണ് പോസ് ചെയ്യണത് ഇവിടെ നിന്ന്? എന്താണ് പോസ് ചെയ്യണത് ഇവിടെ നിന്ന്? ഭയങ്കര പോസിങ് ഒരാളിവിടെ. അടിപൊളി ഒരു റൈഡിന് പോയിട്ടോ. വൈക്കിംഗ് റൈഡ് എന്നാണ് ഇതിന്റെ പേര്. നല്ല രസമുണ്ടായിരുന്നു. റിവർ റാഫ്റ്റിംഗിന്റെ ഒരു മിനി മോഡൽ അല്ലാണ്ട്. അതെ, നിനി വന്നിട്ട് നമുക്ക് റെയിൻ കോട്ട് തന്ന കൊണ്ടിട്ട് താങ്ക് യു നിനി ഫോർ ദാറ്റ്. സീരിയസ്ലി കേട്ടോ, റെയിൻ കോട്ട് ഉണ്ടായതുകൊണ്ടൊന്നും അറിഞ്ഞില്ല. പക്ഷെ അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഡ്രാഗൺ സ്പെൽ. നമ്മൾ ഈ റൈഡിൽ കയറാൻ വേണ്ടി പോകുവാട്ടോ. പേടിയാന്ന് തോന്നുന്നു. ഗ്ലാസ് ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ വേറൊരു അടിപൊളിയായിട്ടുള്ള സംഭവത്തിൽ കയറാൻ വേണ്ടി പോവാട്ടോ. ഒരു ഡിസ്ക് പോലെ ഇരിക്കണ. അത് ഇങ്ങോട്ടും വേവ് പോലെ പോകും കേട്ടോ. കണ്ടപ്പോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയല്ലേ? ഇപ്പോ വാട്ടർ റൈഡിൽ കയറാൻ വേണ്ടി പോവാട്ടോ. നമ്മൾ വണ്ടർലയിലൊക്കെ പോവില്ലേ, ഇങ്ങനെ പൊക്കത്തേക്ക് ഒരു റോളർ കോസ്റ്റർ പോലെ ഒരു സാധനം പോയിട്ട് താഴത്തേക്ക് വാട്ടർ സ്പ്ലാഷ് ചെയ്യണം. ആ ഒരു റൈഡിൽ കയറാൻ വേണ്ടി പോവാട്ടോ. റെയിൻ കോട്ട് എടുത്ത് അല്ലെങ്കിൽ നനഞ്ഞ് വല്ലാണ്ടാവും. തന്നെ എനിക്ക് പേടിയാവണം കേട്ടോ. അത് എന്തായാലും ഞാൻ അവിടേക്ക് പോകത്തില്ല. ടൂ സ്കെയറി. ഇനി
It's too scary. 7 You out of enjoy 10. these kinds of things? Yeah. Oh, nice A lot girl. of time. Brave girl. നമുക്ക് എന്തെങ്കിലും കഴിക്കാട്ടോ, വിശക്കുണ്ട് നല്ല രീതിയിൽ. എനിക്കത് കണ്ടിട്ട് തന്നെ പേടിയാവണു ആ റോളർ കോസ്റ്റർ. നിന്നി പറയായിരുന്നു കേട്ടോ, ഇവർക്ക് ഇവിടെ ഡ്രിങ്കിങ് കൾച്ചർ ഉണ്ട്. ഇവര് ചിയേഴ്സിന് വരാൻ പറയണത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. മോ ഹാ ബാ യോ മോ ഹാ ബ്യാ മോ ഹാ ബാ യോ. ചിയേഴ്സ് ഗൈസ്. ഈ ചൂട് ക്ലൈമറ്റില് ഭയങ്കര രസാട്ടോ. ഒരു ഷീൽഡ് ബിയറൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയാണ്. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ വിൻ വണ്ടേഴ്സിൽ ഷോ കാണാൻ വേണ്ടി ഇരിക്കുക കേട്ടോ. വാട്ടറും ഫയറും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ഷോ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. 6:45 നമ്മൾ 6:15 തന്നെ വന്ന് ഇവിടെ ഒരു റിസർവ്ഡ് ആയിട്ടുള്ള ഒരു സീറ്റും പിടിച്ചിട്ട് ഇരിക്കുക. കാരണം അടുത്ത് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞ ഡിസ്നി ലാൻഡിലൊക്കെ ഷോ നടക്കണ മാതിരി ആ ഫീലിലാട്ടോ ഇവിടെ ഉള്ളത്. ഇവൻ ആ ഒരു കാസിലിൻ്റെ സ്ട്രക്ചറിലാണ് ഉണ്ടാക്കി വെച്ചേക്കണത്. ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ജയൻ വീൽ അതിൻ്റെ ബാക്ക് സൈഡിൽ നല്ല ലൈറ്റ് വെച്ച് മൊത്തത്തിൽ നൈറ്റിലെ വ്യൂ അടിപൊളിയാട്ടോ. ഡേ വേറൊരു ഫീലാണ്, നൈറ്റ് വേറൊരു ഫീലാണ്. അപ്പോൾ ഷോ കാണാൻ വേണ്ടി ഇവിടെ വെയിറ്റിംഗ് ആണ്. In Enchanted Storybook Spectacular. വണ്ടറാണല്ലേ, വിൻ വണ്ടർ എന്ന് പറയണ മാതിരി വേറൊരു ലോകത്തെത്തിയ മാതിരിയായിരുന്നു കേട്ടോ ഫുൾ എക്സ്പീരിയൻസ്. സീരിയസ്ലി ഗൈസ്, നമുക്ക് നമ്മുടെ ടൂർ ഏജൻസിനെ മറക്കാൻ പറ്റില്ല ഈ സമയത്ത്. സഹറ ടൂർസ് ആണ് നമ്മളെ ഇത്രയും അടിപൊളിയാക്കിയിട്ടുള്ള ഒരു ഫുക്ക ട്രിപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്ന കേട്ടോ. റിയലി 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 ഹാപ്പിയാണ് അവരുടെ സർവീസിൽ. അത് മാത്രമല്ല എന്ത് അടിപൊളി മെമ്മറീസ് ആണ് ഇവിടെ ഒന്ന് ക്രിയേറ്റ് ചെയ്തതെന്ന് അറിയാമോ? പറയാണ്ടിരിക്കാൻ വയ്യ ഗൈസ്. നിങ്ങൾ നോക്കിക്കേ, എന്റെ ചുറ്റും ഒന്ന് നോക്ക്, നിങ്ങൾ ചുറ്റും 360 നോക്കിക്കോ. ഒരു ഫ്രെയിം പോലും മോശം പറയാനില്ല. കാരണം അത്രയ്ക്ക് അടിപൊളിയാട്ടോ. ശരിക്കും എൻജോയ് ചെയ്തൊരു ഹോൾ ഡേ നമ്മള് വിൻ സഫാരി ആണെങ്കിലും വിൻ വണ്ടേഴ്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. അനന്തു, ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു അനന്തു? അടിപൊളിയായിരുന്നു. മറക്കോ ഇന്നത്തെ ദിവസം? ഞാൻ ആക്ച്വലി നമ്മള് രണ്ടുപേരും കൂടി ആദ്യത്തെ ഒരുമിച്ച് നമ്മൾ ഒറ്റക്ക് ആദ്യമായിട്ടുള്ള ട്രിപ്പ് അല്ലേ. അതെ, സത്യം പറയാൻ ഗ്രൂപ്പായിട്ട് പോയി ഒറ്റക്ക് പോകുമ്പോഴത്തേക്ക് അതിനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ഉണ്ടാവും, അല്ലെങ്കിൽ ബോറടിക്കുമോ എന്നുള്ളൊരു പേടിയായിരുന്നു. പക്ഷെ ആക്ച്വലി അടിപൊളിയായിരുന്നു അല്ലേ? സീരിയസ്ലി കേട്ടോ. കാരണം ഞങ്ങൾ രണ്ടുപേരും അടിപൊളിയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും ഗ്രൂപ്പായിട്ട് ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാട്ടോ. സോറി, കാരണം അല്ലേ എല്ലാവരും കൂടി അടിച്ചു പൊളിച്ച് വർത്താനമൊക്കെ പറഞ്ഞു. പക്ഷെ ഇന്ന് ഭയങ്കര അടിപൊളിയായിരുന്നു ഈ ട്രിപ്പ്. ഞങ്ങൾ രണ്ടുപേരും കൂടിയുള്ള ബോണ്ട് അടിപൊളിയാക്കാനും അതുപോലെ തന്നെ ഒരുപാടല്ലേ കുഞ്ഞി, ഒരുപാട് നല്ല മെമ്മറീസ് നമുക്ക് തന്ന ട്രിപ്പ്. ഫുക്കോക്ക് ശരിക്കും മിസ് ചെയ്യും, കൊറേ മിസ് ചെയ്യും. നിന്നി, വി വിൽ മിസ് യു. കാരണം നിന്നി ആണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം അടിപൊളിയാക്കി തന്നത്. താങ്ക് യു ഫോർ മെയ്ഡ് അവർ ഡേ. ഓ, നന്നായിട്ട് ആള് നമ്മളെ ഗൈഡും ചെയ്തു കേട്ടോ. അപ്പൊ നമ്മള് ഇനി കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് പോവാണ്. നെക്സ്റ്റ് വീഡിയോ എന്ത് വീഡിയോ ആയിട്ടാണെങ്കിലും വരണേന്ന് അറിയില്ല. കുറെ ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ. Say bye. Bye.